ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എക്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട 6 റൂൾസിനെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. നിങ്ങൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഇപ്പോൾ ഫ്രീ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിടുക. ഫ്രീ ആവുന്ന സമയത്ത് പൂർണ്ണമായിട്ടും കാണുക. 100% പവർഫുൾ ആയിട്ടുള്ള റൂൾസാണ്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു ബ്രേക്കപ്പ് ആകുന്ന സമയത്ത് നിങ്ങളുടെ ഇമോഷൻ എന്ത് തന്നെയാണെങ്കിലും ആ ഇമോഷൻ ഒരിക്കലും നിങ്ങളുടെ എക്സിനെ അറിയിക്കരുത് എന്നുള്ളതാണ്. ബ്രേക്കപ്പ് ആയി അവർ നിങ്ങളുടെ അടുത്തുനിന്ന് പോയി, പിന്നെ നിങ്ങൾ അങ്ങോട്ട് കരഞ്ഞു വിളിക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ ബെഗ് ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് അയക്കുക, ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇമോഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതിന് പകരം നിങ്ങളുടെ ഇമോഷൻസിനെ മൊത്തത്തിൽ ഹൈഡ് ചെയ്യുക എന്ന് പറയുന്നത്, അവരറിയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പ്രയാസമേറിയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് എനിക്കറിയാം. ബട്ട് നിങ്ങൾക്ക് അങ്ങനെ ഹൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിൽ ഒരുപാട് എഫക്റ്റ് ഉണ്ടാവും. എഫക്റ്റ് മീൻസ് അവർക്ക് ഇങ്ങോട്ട് ചേസിങ് കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ എന്താണ് എന്നറിയാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു അസ്വസ്ഥത, ചേസിങ്, മിസ്സിങ്, ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും. സോ അത് നിങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. അവരറിയിക്കാതിരിക്കുക. ഫോണിലൂടെ ആയിക്കോട്ടെ, നേരിട്ടായിക്കോട്ടെ. ഓക്കെ, ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഇപ്പം ഞാനത് പറയുന്ന സമയത്ത് സാറേ അതെങ്ങനെയാണ് പറ്റുക എന്ന് പല ആളുകളും ചോദിക്കും. പറ്റില്ല എന്ന് എനിക്കറിയാം, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം. പക്ഷേ നിങ്ങൾക്കത് ഹൈഡ് ചെയ്യാൻ ചില ആളുകൾ ചെയ്യുന്ന പരിപാടിയുണ്ട്. സ്റ്റാറ്റസിലൂടെയൊക്കെ ഓരോ കോട്ടുകളൊക്കെ ആയിട്ട് അവരെ അറിയിക്കും, ഞാൻ ഇന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിനൊന്നും നിൽക്കണ്ട. ഓക്കെ, അവരെ അറിയിക്കണ്ട. അങ്ങനെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പറന്നു വരും നിങ്ങളുടെ അടുത്തേക്ക്. കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഒന്നാമത്തെ റൂളാണിത്, നിങ്ങളുടെ ഇമോഷൻസ് അവരെ അറിയിക്കാതിരിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവരെ തിരിച്ചു വേണം എന്നുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്, എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്, അവരുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നതുള്ളതോ നിങ്ങളതൊന്നും അന്വേഷിക്കാനായിട്ട് പോകണ്ട. നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യാനേ നിൽക്കണ്ട. സുഹൃത്തുക്കളോട് സംസാരിക്കരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ റൂള്. അപ്പോൾ ഈ റൂള് പറയുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ പല കേസുകളും നമുക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രണയിക്കുന്ന വ്യക്തിയുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരോട് ചിലപ്പോൾ സിസ്റ്റേഴ്സിനോടോ അല്ലെങ്കിൽ ബ്രദേഴ്സിനോടോ കസിൻസിനോടോ ഒക്കെ നമ്മൾ കോണ്ടാക്റ്റ് നിലനിർത്തുന്നുണ്ടാവും. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും പറയുകയാണ്. സുഹൃത്ത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതെങ്കിൽ കൂടി ഇതുകൂടി ആഡ് ചെയ്യുകയാണ്. അവരുമായിട്ട് സംസാരിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് അങ്ങോട്ട് ഷെയർ ചെയ്യാനും പറയാനും ഒക്കെ പറ്റും, അല്ലേ? അപ്പോൾ ചിലപ്പോൾ അത് പറയുന്നില്ല, അറിയുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങളോട് നിൽക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾ അത്തരത്തിൽ അവരുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ആരുമായിട്ടും യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റിനും പോകണ്ട എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഫാസ്റ്റായിട്ടുള്ള രീതിയിൽ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ട് ചേസ് ചെയ്യും, അവർക്ക് മിസ് ചെയ്യും, അവർക്ക് ഭ്രാന്ത് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, കോണ്ടാക്റ്റ് ഇല്ലാണ്ടിരിക്കുക, അവരോട് സംസാരിക്കരുത്. പിന്നെ മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, ഇത് അവസാനമാണ് എന്നുള്ളത് ചിന്തിക്കരുത്. ഇനി ഈ റിലേഷൻഷിപ്പ് റെഡി ആവില്ല, സെറ്റ് ആവില്ല, ഒരുപാട് തവണ വഴക്കുണ്ടായതാണ്, എല്ലാ തവണത്തെയും പോലെയല്ല ഇത്തവണ കുറച്ചുകൂടി ഡീപ്പാണ്, ഇനി ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. സോ അതൊക്കെ മനസ്സിൽ നിന്ന് കളയുക. ഇപ്പോൾ ബ്രേക്കപ്പ് സംഭവിച്ചു, അക്സെപ്റ്റ് ചെയ്യേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അത് ഓക്കെ ആവും. ഫ്യൂ ഡേയ്സ് കഴിഞ്ഞാൽ അവൻ വരും അല്ലെങ്കിൽ അവൾ തിരിച്ചു വരും, ഓക്കെ ആവും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും അവർ ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോവാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനൊന്നും ഓക്കെ പറയരുത്, അതിന് നോ തന്നെ പറയുക. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് സ്റ്റേ ബിസി എന്നുള്ളതാണ്. നമ്മൾ ബിസി ആയിട്ടിരിക്കുക. കാരണം നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടും. അപ്പോൾ അതിന് പകരം എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. TV കാണാം, അല്ലെങ്കിൽ വല്ല കോമഡി പരിപാടി കാണാം, അല്ലെങ്കിൽ പാട്ട് കേൾക്കാം. അതും സാഡ് സോങ്സ് കേൾക്കാതിരിക്കുക. പുറത്തിറങ്ങി സുഹൃത്തുക്കളൊക്കെ ആയിട്ടൊന്ന് മിങ്കിൾ ചെയ്യുക.
അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ ഇവിടെ ഞാൻ സ്റ്റേ ബിസി എന്ന് പറയുന്നത് നിങ്ങൾ പല പല ആക്ടിവിറ്റീസുകളുമായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസുമായിട്ട് കൂടുതലായിട്ട് എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുഹൃത്തുക്കൾ വഴി അറിയുകയാണെങ്കിലൊക്കെ നിങ്ങൾ ബിസിയാണ്, നിങ്ങൾ അവൈലബിൾ അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജാണ് അവർക്ക് കിട്ടേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റേ ബിസി ആവുക. 2 രീതിയിലാണ് പറഞ്ഞത്. ഒന്ന്, അവർക്ക് നിങ്ങളെ അവൈലബിൾ ആവരുത്. 2, നിങ്ങൾ മെൻ്റലി വെറുതെ ഇരുന്ന് ഓവർ തിങ്കിങ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റേ ബിസി എന്നുള്ള രീതിയിലുള്ള ഒരു പോയിന്റ് പറയുന്നത്. ഇനി 6ാമത്തെ റൂൾ എന്ന് പറയുന്നത്, നമ്മുടെ തോട്ട്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചിന്തയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ചിന്തയുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തിയെ നമ്മളിലോട്ട് ആകർഷിക്കണം. ആ വ്യക്തിക്ക് നമ്മളോട് കൂടുതൽ ആകർഷണം തോന്നണം, നമ്മളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കണം, മിസ് ചെയ്യിപ്പിക്കണം. ഇങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന് ഒരു പ്രത്യേക രീതിയിൽ കുറച്ച് ടെക്നിക്കുകൾ കുറച്ച് ദിവസം അപ്ലൈ ചെയ്താലേ പോസിബിൾ ആവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന നമുക്കൊരു ചെറിയ കോഴ്സ് ഉണ്ട്. 21 ദിവസം വാട്സപ്പിലൂടെ നൽകുന്ന ഗൈഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതിൽ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുക. രാവിലെ എണീറ്റ ഉടനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, രാത്രി കിടക്കുന്നതിന് മുമ്പും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. എല്ലാം ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്യാനും നിങ്ങളുടെ ഇമോഷൻസ് ചേഞ്ച് ചെയ്യാനും നല്ല രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ നടക്കുന്നത് വഴി ആ വ്യക്തിക്ക് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു അട്രാക്ഷൻ തോന്നുകയും ആ വ്യക്തി നിങ്ങളെ തിരിച്ചു കോൺടാക്ട് ചെയ്യുകയും അത് പാച്ചപ്പ് ആവുകയും ചെയ്യുമെന്നുള്ളതാണ്. സോ അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് വിളിക്കുക, ഡീറ്റെയിൽസ് ചോദിക്കുക. താല്പര്യമുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുക. എൻ്റെ തന്നെ പേഴ്സണൽ ഗൈഡൻസ് ആണ് അതിൽ വരുന്നത്. ചെയ്തു കഴിഞ്ഞാൽ 100% റിസൾട്ട് ഗ്യാരണ്ടിയാണ്. നമുക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 95% ആളുകൾക്കും ഇതിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. 5% ആളുകൾ എന്ന് പറയുന്നത് കോഴ്സ് പർച്ചേസ് ചെയ്യും, അതിനുശേഷം അവർ അത് ഫോളോ അപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യില്ല. അപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടത്തില്ല. അങ്ങനെ ഒരു 5% ആളുകളുണ്ട്. ബാക്കി 95% ആളുകൾക്കും റിസൾട്ട് കിട്ടുന്നുണ്ട്. ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സ് ചെയ്യുക. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇനിയിപ്പോൾ കോഴ്സ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.